സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ഒരു സ്പെഷ്യൽ സുവിശേഷമാണ്. കൃപയില്ലാതെ ഇത് പാലിക്കാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. നിന്റെ ശത്രുക്കളോട് ക്ഷമിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഒക്കെ തമ്പുരാൻ പറഞ്ഞു തരികയാണ്. എങ്ങനെയാണ് ഒരുവൻ നമ്മുടെ ശത്രുവാകുന്നത്? അവന് കൃപയില്ലാത്തത് കൊണ്ടാണ്. കൃപയുണ്ടെങ്കിൽ അവൻ നമുക്ക് ശത്രുവാകില്ല. കൃപ നഷ്ടപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യന് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് അവനായിരിക്കുന്നത്. അപ്പോൾ ഒരുവൻ നിനക്ക് എതിരായാൽ അതിൻ്റെ അർത്ഥം അവന് കൃപ നഷ്ടപ്പെട്ടു എന്നാണ്. ആ ജീവിത പങ്കാളിയാകട്ടെ, മക്കളാകട്ടെ, ചുറ്റുവട്ടത്തുള്ള ആരുമാകട്ടെ, നിന്നോട് വിപരീതം ആയിട്ട് വരുന്നുവെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃപ നഷ്ടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, അവൻ നെഞ്ചേരിക്ക് വന്ന് നിന്നോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുക. മറ്റൊരു വിധത്തിൽ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചില്ല, പിന്നെ ആരാ പ്രാർത്ഥിക്കുക അവന് വേണ്ടി? അപ്പോൾ അവൻ്റെ തെറ്റുകൾ ക്ഷമിക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവനെ മറ്റൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്താണ്? ജീവനുള്ള ദൈവം നിന്നിൽ വസിക്കുന്നുണ്ട് എന്ന കാര്യം. അങ്ങനെ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വെളിപ്പെടുത്തുവാൻ കിട്ടുന്ന ഒരവസരമാണ് ശത്രുക്കളോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അത് നിനക്ക് നേട്ടത്തിന് വേണ്ടിയാണ്. നിൻ്റെ ഒരു സുവിശേഷ പ്രഘോഷണമാണ്. അതിനുള്ള കൃപ ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദൈവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.